ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ കാര്യശേഷിക്ക് ലോകം സാക്ഷ്യം വഹിച്ചെന്ന് പ്രധാനമന്ത്രി. ഭീകരവാദികളെ ഇനി വെറുതെ വിടില്ല എന്ന നയം വ്യക്തമായി ബോധ്യപ്പെടുത്താനായെന്നും നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ പാക് അതിർത്തി പങ്കിടാത്ത ജില്ലകളിൽ സ്കൂളുകളും കോളേജുകളും തുറന്നു. സൈനിക മേധാവികളുമായി ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും പൊതുകടവും തമ്മിലുള്ള അന്തരം കുറഞ്ഞുവരികയാണെന്ന് മുഖ്യമന്ത്രി. തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചെന്നും പിണറായി വിജയൻ. സിബിഎസ്ഇ +2 ഫലം പ്രസിദ്ധീകരിച്ചു. 99.32% വിജയത്തോടെ തിരുവനന്തപുരം മേഖല രാജ്യത്ത് രണ്ടാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്ത് വിജയവാഡ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയെ ചെറുക്കുന്നതിലുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഇന്ത്യയുടെ കാര്യശേഷിക്ക് ലോകം സാക്ഷ്യം വഹിച്ചുവെന്നും ഭീകരവാദികളെ ഇനി വെറുതെ വിടില്ല എന്ന നയം വ്യക്തമാണെന്നും പറഞ്ഞു. ഇന്ത്യയ്ക്കും ഇന്ത്യക്കാർക്കുമെതിരെയുള്ള ഏതൊരു ആക്രമണത്തെയും പൂർണ്ണ ശക്തിയോടെ നേരിടുമെന്ന വ്യക്തമായ സന്ദേശം ഭീകര സംഘടനകൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഓപ്പറേഷൻ സിന്ദൂർ വഴി നൽകി. ഭീകരതയെയും പാക് അധീന കശ്മീരിനെയും കുറിച്ചുള്ള ചർച്ചകൾ ഒഴികെ പാകിസ്ഥാനുമായി മറ്റൊരു ചർച്ചയിലും ഇന്ത്യ ഏർപ്പെടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. मैं आज विश्व समुदाय को भी कहूंगा, हमारी घोषित नीति रही है, अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी. अगर पाकिस्तान से बात होगी तो पाक ऑक्यूपाइड कश्मीर POK उस पर ही होगी. पाकिस्तानी फौज, पाकिस्तान की सरकार जिस तरह आतंकवाद को खाद पानी दे रहे हैं, वो एक दिन पाकिस्तान को ही समाप्त कर देगा. पाकिस्तान को अगर बचना है तो उसे अपने टेरर इंफ्रास्ट्रक्चर का सफाया करना ही होगा. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ സർക്കാരിനെയും സൈന്യത്തെയും അദ്ദേഹം വിമർശിച്ചു. അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പതനത്തിലേക്ക് നയിച്ചേക്കാമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളം സന്ദർശിച്ചു. വ്യോമസേനാ ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃകാപരമായ നേതൃത്വത്തിന് കേന്ദ്രമന്ത്രി അമിത് ഷാ സാമൂഹ്യ മാധ്യമത്തിൽ അഭിനന്ദനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രചോദനാത്മകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നദ്ദ. പാകിസ്ഥാനും ഭീകരതയ്ക്കുമെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, കരനാവിക സേനാ മേധാവിമാർ, പ്രതിരോധ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. അതിർത്തി മേഖലയിൽ നിന്നും സൈനികരെ കുറയ്ക്കുന്നത് ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ പരിഗണിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയായി. ഇരുപക്ഷവും തമ്മിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് DGMO തല ചർച്ചയിലാണ് തീരുമാനം. ജമ്മുവിലെ അതിർത്തിക്ക് പുറത്തുള്ള ജില്ലകളിലെയും കശ്മീർ ഡിവിഷനുകളിലെയും സ്കൂളുകളും കോളേജുകളും ഇന്നു മുതൽ വീണ്ടും തുറക്കാൻ ജമ്മു കശ്മീർ സർക്കാർ തീരുമാനിച്ചു. അതിർത്തി പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നത് തുടരും. ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡിഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസ് ഇന്ന് റദ്ദാക്കിയതായി എയർ ഇന്ത്യ. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയും സുരക്ഷ കണക്കിലെടുത്തുമാണ് നടപടി. ജമ്മുകശ്മീരിലെ ഷോപിയാൻ ജില്ലയിലെ ഷുക്രു കെല്ലർ വനമേഖലയിൽ സുരക്ഷാസേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ. ഇന്ന് രാവിലെ പ്രദേശത്ത് വെടിവെയ്പ് നടന്നതായി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. സേന, പോലീസ്, CRPF സംയുക്ത സംഘം തെരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചെന്നും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും പൊതുകടവും തമ്മിലുള്ള അന്തരം കുറഞ്ഞുവരികയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം ലോകശ്രദ്ധ നേടിയെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് ചേർന്ന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ സ്റ്റാർട്ടപ്പിൽ നല്ല വർധനവ് പൊതുവെ ഉണ്ടാവുകയാണ്.
സ്റ്റാർട്ടപ്പിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് പൊതുവിൽ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. 2016 3000 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 6300 വർദ്ധിച്ചിട്ടുണ്ട്. 5800 കോടി രൂപയുടെ നിക്ഷേപം ഈ സ്റ്റാർട്ടപ്പുകളിലൂടെ കേരളത്തിലുണ്ടാകുന്നുണ്ട്. 60,000 തൊഴിലവസരവും ഒരുക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ലക്ഷ്യമിടുന്നത് 2026 15,000 സ്റ്റാർട്ടപ്പുകളാണ്. 1,00,000 തൊഴിലവസരവും ഒരുക്കുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ മാസവാടക മുടങ്ങിയത് അടിയന്തരമായി ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പുനരധിവാസത്തിനുള്ള ടൌൺഷിപ്പ് നിർമ്മാണത്തിന് വിവിധ അനുമതികൾ നൽകുന്നതിന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ സമയക്രമം നിശ്ചയിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൌൺഷിപ്പ് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നടപടികളുമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഒരേസമയം 10 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. തൊഴിലാളികളുടെ എണ്ണം ഇരട്ടിയാക്കി. മഴ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വീടുകളുടെ അടിത്തറ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ വർഷത്തെ CBSE 12ാം ക്ലാസ് ഫലം പ്രഖ്യാപിച്ചു. 88.39 ആണ് വിജയശതമാനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 0.41% വർധനയുണ്ടായി. 91% വിദ്യാർത്ഥിനികൾ വിജയിച്ചു. ആൺകുട്ടികളേക്കാൾ 5.94% പെൺകുട്ടികളാണ് വിജയം നേടിയത്. CBSE results.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഫലമറിയാം. 99.60 വിജയശതമാനത്തോടെ വിജയവാഡയാണ് മുന്നിൽ. തിരുവനന്തപുരം 2ാം സ്ഥാനത്താണ്. വിജയശതമാനം 99.32. +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ നാളെ മുതൽ സമർപ്പിക്കാം. പൂർണ്ണമായും ഓൺലൈനാണ് പ്രവേശന നടപടികൾ. ഈ മാസം 20 വരെ അപേക്ഷ നൽകാം. 24-ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും. ജൂൺ 2-നാണ് ആദ്യ അലോട്ട്മെന്റ്. 18-ന് ക്ലാസുകൾ ആരംഭിക്കും. ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങളെയും പദ്ധതിക്കായി ഭൂമി സൌജന്യമായി നൽകിയവരെയും ഇന്ന് കണ്ണൂരിലെ എന്റെ കേരളം വേദിയിൽ ആദരിക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോ സ്കൂൾ ഫെയർ ജൂൺ 30 വരെ തെരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പനശാലകളിൽ നടക്കും. ബാഗുകൾ, നോട്ട്ബുക്കുകൾ, പഠനോപകരണങ്ങൾ തുടങ്ങിയവയ്ക്ക് 17% വരെ വിലക്കുറവുണ്ട്. തിരുവനന്തപുരത്തെ മുതലപ്പൊഴിയിൽ ഡ്രഡ്ജിംഗ് ഭാഗികമായി പുനരാരംഭിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ഇപ്പോൾ മണൽ നീക്കം ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മുതലപ്പുഴയിൽ വ്യാഴാഴ്ച മുതൽ ഡ്രഡ്ജിംഗ് ആരംഭിച്ചെങ്കിലും യന്ത്രസാമഗ്രികൾ കേടായതിനെ തുടർന്ന് ഞായറാഴ്ച മണൽ നീക്കം മുടങ്ങിയിരുന്നു. തുടർന്ന് യന്ത്രസാമഗ്രികൾ കൊച്ചിയിൽ നിന്ന് മുതലപ്പുഴയിൽ എത്തിച്ച ശേഷമാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചിരിക്കുന്നത്. 4 ഹിറ്റാച്ചികളും ഇതോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. നീക്കുന്ന മണൽ താഴമ്പള്ളി ഭാഗത്താണ് നിക്ഷേപിക്കുന്നത്. 130 മീറ്റർ നീളത്തിലും 70 മീറ്റർ വീതിയിലും 9 മീറ്റർ ആഴത്തിലുമായി ഏകദേശം 2 ലക്ഷത്തിലധികം ക്യൂബിക് മീറ്റർ മണലാണ് അഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. കാലവർഷത്തിനു മുൻപ് മണൽ നീക്കി ആവശ്യമായ ആഴം ഉറപ്പാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ ശൃംഖലയായ MSC ഐറീന ക്ലാസിലെ 2ാമത്തെ കപ്പൽ MSC മിഷേൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. കഴിഞ്ഞ മാസം ഈ ശൃംഖലയിലെ MSC തുർക്കിയെ വിഴിഞ്ഞത്തെത്തിയിരുന്നു. മൂന്നാറിന്റെ സമീപ പ്രദേശമായ ചിത്തിരംപുരം പ്രകൃതി മനോഹാരിത കൊണ്ട് സഞ്ചാരികളുടെ ഇഷ്ടയിടമാണ്. നിരവധി ആളുകളാണ് ഇവിടേക്കെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചിത്തിരപുരം. കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണ് ഇവിടം. രാജഭരണകാലത്ത് നടപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ചിത്തിരപുരത്താണ്. മൂന്നാറിന്റെ തൊട്ടടുത്ത സ്ഥലമാണെങ്കിലും മൂന്നാറിനേക്കാൾ ചൂടേറിയ പ്രദേശമാണ് ചിത്തിരപുരം. മൂന്നാറിനും പള്ളിവാസലിനുമൊപ്പം ചിത്തിരപുരവും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സന്ദർശകർക്ക് താമസിക്കുവാനായി ഹോം സ്റ്റേകളും റിസോർട്ടുകളുമെല്ലാം ചിത്തിരപുരത്തുമുണ്ട്. കരിങ്കല്ല് റോഡിലേക്ക് പതിച്ചതിനെ തുടർന്ന് ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗ്യാപ് റോഡ് വഴിയുള്ള ഗതാഗതം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. വയനാട് ബത്തേരി ടൌണിൽ വീണ്ടും പുലി ഇറങ്ങി. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ ഒരു വീട്ടിലെത്തി കോഴികളെ പിടികൂടുന്ന പുലിയുടെ CCTV ദൃശ്യം പുറത്തുവന്നു. ആഴ്ചകൾക്ക് മുൻപ് ഫെയർലാൻഡിലും പുലിയെ കണ്ടിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ച IPL മത്സരങ്ങൾ ഈ മാസം 17 മുതൽ പുനരാരംഭിക്കുമെന്ന് BCCI. 17-ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. കണ്ണൂരിൽ നടക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഇന്ന്
വനിതാ വിഭാഗത്തിൽ ഇൻകം ടാക്സ് ബംഗളൂരു ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുമായും പുരുഷ വിഭാഗത്തിൽ കേരള പോലീസ് കൊച്ചിൻ കസ്റ്റംസുമായും ഏറ്റുമുട്ടും. കഴിഞ്ഞ 24 മണിക്കൂറിൽ നിക്കോബാർ ദ്വീപുകളിൽ വ്യാപകമായ മഴ രേഖപ്പെടുത്തി. ആൻഡമാൻ കടൽ, തെക്ക് ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാലവർഷം ഇന്ന് എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ സംസ്ഥാനത്ത് 7 ഇടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 463 പോയിന്റ് നഷ്ടത്തിൽ 81,966ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 130 പോയിന്റ് നഷ്ടത്തിൽ 24,794ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 70,120 രൂപയും ഗ്രാമിന് 8,765 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ അല്പസമയത്തിനകം ശിക്ഷാവിധി പുറപ്പെടുവിക്കും. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയ കേസിൽ കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര നാളെ തിരുവനന്തപുരത്ത് നിന്ന് പുനരാരംഭിക്കും. ഈ മാസം 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര 5 ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ഇന്നു മുതൽ 11 ദിവസം ബിജെപി തിരംഗ യാത്ര സംഘടിപ്പിക്കും. ഈ മാസം 23 വരെ നീണ്ടുനിൽക്കുന്ന യാത്രയിൽ സാമൂഹിക പ്രവർത്തകർ, മുൻ സൈനികർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ജൂൺ 8-ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഉത്സവത്തിന്റെ തീയതിയും ചടങ്ങുകളും നിശ്ചയിക്കുന്ന പ്രക്കുഴം ചടങ്ങ് ഇക്കരെ ക്ഷേത്ര സന്നിധിയിലെ കുത്തോട് മണ്ഡപത്തിൽ നടന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 4-ന് തുറക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നട തുറന്ന് ദീപം തെളിയിക്കും. നാളെ പ്രത്യേക പൂജകളൊന്നും ഉണ്ടായിരിക്കില്ല. മലപ്പുറത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും. കോഴിക്കോട്ട് നടക്കുന്ന 12ാമത് കുടുംബശ്രീ ദേശീയ സരസ്മേളയും ഇന്ന് സമാപിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ മേഖലാ അവലോകന യോഗം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. 2025-ലെ ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. മെയ് 27-ന് പുരസ്കാരം സമർപ്പിക്കും. SFI അഖിലേന്ത്യാ സമ്മേളനം ജൂൺ 26 മുതൽ 30 വരെ കോഴിക്കോട്ട് നടക്കും. ലോഗോ പ്രകാശനം CPIM ജനറൽ സെക്രട്ടറി MA ബേബി നിർവഹിച്ചു. അവസാന സെമസ്റ്റർ ബിരുദ പരീക്ഷ പൂർത്തിയായി തൊട്ടടുത്ത പ്രവൃത്തി ദിവസം തന്നെ ഫലം പ്രസിദ്ധീകരിച്ച മഹാത്മാഗാന്ധി സർവകലാശാലയെ പ്രശംസിച്ച് മന്ത്രി ആർ ബിന്ദു. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടന്ന 6ാം സെമസ്റ്റർ റെഗുലർ പരീക്ഷകളുടെ ഫലമാണ് ഇന്നലെ സർവകലാശാല പ്രസിദ്ധീകരിച്ചത്. അഭിമാനകരമായ മികവാണിതെന്നും സർവകലാശാല മാതൃക കാട്ടിയിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലെ മജിദയിൽ വ്യാജമദ്യം കഴിച്ച് 14 പേർ മരിച്ചു. 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യം വിതരണം ചെയ്തവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കേരള ലോകായുക്ത കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. ഈ മാസം 27-നും 28-നും കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും ഈ മാസം 29-നും 30-നും കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലുമാണ് ക്യാമ്പ്. മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പി സ്മാരക കവിതാ പുരസ്കാരത്തിന് മാധവൻ പുറച്ചേരിയുടെ ഉച്ചിര എന്ന കൃതി തെരഞ്ഞെടുത്തു. 20,000 രൂപയും മെമന്റോയും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 28-ന് സമ്മാനിക്കും. വയനാട് കൽപ്പറ്റ എമിലിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 11 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ കാര്യശേഷിക്ക് ലോകം സാക്ഷ്യം വഹിച്ചെന്ന് പ്രധാനമന്ത്രി. ഭീകരവാദികളെ ഇനി വെറുതെ വിടില്ല എന്ന നയം വ്യക്തമായി ബോധ്യപ്പെടുത്താനായെന്നും നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ പാക് അതിർത്തി പങ്കിടാത്ത ജില്ലകളിൽ സ്കൂളുകളും കോളേജുകളും തുറന്നു. സൈനിക മേധാവികളുമായി ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും പൊതുകടവും തമ്മിലുള്ള അന്തരം കുറഞ്ഞുവരികയാണെന്ന് മുഖ്യമന്ത്രി. തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചെന്നും പിണറായി വിജയൻ. CBSE +2 ഫലം പ്രസിദ്ധീകരിച്ചു. 99.32% വിജയത്തോടെ തിരുവനന്തപുരം മേഖല രാജ്യത്ത് 2ാം സ്ഥാനത്ത്. 1ാം സ്ഥാനത്ത് വിജയവാഡ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.